ഇറാനെ സാമ്പത്തികമായി പൂർണ്ണമായും തകർക്കാൻ ലക്ഷ്യമിട്ട് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഉപരോധങ്ങളാണ് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇറാനെതിരെ എക്കണോമിക് ഡി-ഡേ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള നീക്കമാണ് ട്രംപ് ശക്തമാക്കിയത്. ഇറാൻ മാത്രമല്ല, ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന ഏത് രാജ്യവും കനത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ട്രംപ് പുതിയ നീക്കങ്ങൾ നടത്തിയത്. ഇത് ഇരട്ട പ്രഹരമായിരിക്കുമെന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കം പൂർണ്ണമായും തള്ളുകയാണ് ചൈന. ചർച്ചയാണ് പരിഹാരമെന്നാണ് ചൈന പറയുന്നത്. ഇത് ഇറാന് ഊർജം പകരുന്നതാണ്. സാമ്പത്തിക തീവ്രവാദമാണ് അമേരിക്ക നടത്തുന്നതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. നിലവിലുള്ള നാവിക ഉപരോധത്തിന് പുറമെയാണ് ഇറാനെതിരെ പുതിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചത്. വൻതോതിലുള്ള സൈനിക നടപടികൾക്ക് പകരം പരമാവധി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി ഇറാൻ ഭരണകൂടത്തെ തകർക്കുകയായിരുന്നു അമേരിക്കൻ ലക്ഷ്യം. ഇത് ഇറാനുമേലുള്ള ഇരട്ട പ്രഹരമായിരിക്കുമെന്ന് US പ്രതിനിധി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാന്റെ പ്രധാന വരുമാന മാർഗങ്ങളായ എണ്ണ വിൽപ്പന ശൃംഖലകൾ, സാമ്പത്തിക ഇടപാടുകൾ, കറൻസി എക്സ്ചേഞ്ചുകൾ, കപ്പൽ രജിസ്ട്രികൾ, ഇടനിലക്കാരായ കമ്പനികൾ എന്നിവരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഒരു രാജ്യത്തിനെതിരെ ഏർപ്പെടുത്തുന്ന ഏറ്റവും കടുത്ത സാമ്പത്തിക നീക്കമായിരിക്കും ഇതെന്നും ഇറാനുമായി സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം നോക്കിയാൽ അമേരിക്കയിലെ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര കടത്തിൽ നിന്നും പലിശ നിരക്കുകളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനാണ് ട്രംപ് ഈ കടുത്ത സാമ്പത്തിക ഉപരോധ പ്രഖ്യാപനം നടത്തുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചി ആരോപിച്ചു. ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പരാജയത്തിലും ഇറാൻ ജനതയുടെ കടുത്ത ശത്രുതയിലുമാണ് കലാശിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ക്രൂരമായ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാൻ തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞു. ഖാലിബാഫിന്റെ ടെലഗ്രാം ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. മുസ്ലിം രാജ്യങ്ങളുടെ വിഭവങ്ങളും അസംസ്കൃത വസ്തുക്കളും ശത്രുക്കൾ കൊള്ളയടിക്കുന്നു എന്നതാണ് കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകുക എന്ന് പറയുന്നു. അതിനാൽ ഈ സാഹചര്യത്തിൽ ക്രൂരമായ ഉപരോധങ്ങളെ നേരിടാനും അതിനെ മറികടക്കാനും നാം പദ്ധതിയിടണം എന്നതാണ് ഖാലിബാഫ് വ്യക്തമാക്കിയത്. തെറ്റായ കണക്കുകൂട്ടലിനും പരമ്പരാഗത ഭീഷണികൾക്കും ഇറാൻ സായുധസേന ശക്തവും വിനാശകരവുമായ തിരിച്ചടി നൽകുമെന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ അലി അബ്ദുല്ലാഹി മുന്നറിയിപ്പ് നൽകിയതായി ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള IRIB റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ഡിഫൻസ് ഇൻഡസ്ട്രി ഡേ ആചരിക്കുന്നതിന്റെ ഭാഗമായി നൽകിയ സന്ദേശത്തിലാണ് അബ്ദുല്ലാഹി ഇക്കാര്യം വ്യക്തമാക്കിയത്. കര, കടൽ, വ്യോമം, വ്യോമപ്രതിരോധം, ബഹിരാകാശം, സൈബർ മേഖലകൾ എന്നിവയിൽ ഇറാൻ സായുധസേന പൂർണ്ണ സജ്ജമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അമേരിക്കൻ നീക്കത്തിന് തിരിച്ചടിയായിരിക്കുന്നത് ഇറാന്റെ പ്രതികരണമൊന്നുമല്ല, ചൈനയുടെ ഇടപെടലാണ്. ഇറാനിൽ നിന്ന് കടൽ വഴിയുള്ള എണ്ണ കയറ്റുമതിയുടെ 80% വാങ്ങുന്നത് ചൈനയാണ്. അതിനാൽ തന്നെ ഇറാനെതിരെയുള്ള ഉപരോധം വിജയകരമാക്കാൻ ചൈനയുടെ സഹായം അമേരിക്കയ്ക്ക് അനിവാര്യമാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ നിർണായക പാതയായ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ചൈന അമേരിക്കയോടൊപ്പം നിൽക്കണമെന്ന് ബെസന്റ് ആവശ്യപ്പെട്ടു. ചൈന തങ്ങളുടെ ഊർജ്ജ ആവശ്യത്തിന്റെ 50% ഗൾഫ് മേഖലയിൽ നിന്നാണ് കണ്ടെത്തുന്നത് എന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ അമേരിക്കയുടെ നിലപാടിനെ ചൈന പൂർണ്ണമായും തള്ളി. ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കില്ലെന്നും രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താനാകൂ എന്നും ചൈനീസ് വക്താവ് വ്യക്തമാക്കി. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മുന്നിൽ ചൈന തലകുനിക്കുകയോ വഴങ്ങുകയോ ചെയ്യുന്നു എന്ന സന്ദേശം നൽകാൻ ബീജിംഗ് ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു നീക്കം രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും അപകടകരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് ചൈന കരുതുന്നു. അതിനാലാണ് ചൈന ഈ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്ക ചൈന തർക്കം നടക്കുന്നത് ഷീ ജിൻപിങ്ങിന്റെ സെപ്റ്റംബർ 24 വാഷിംഗ്ടൺ സന്ദർശനം നടക്കാനിരിക്കുന്നതിന് മുന്നോടിയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ചൈന എടുക്കുന്ന തീരുമാനമാകും ട്രംപിന്റെ സാമ്പത്തിക ഉപരോധത്തിൽ നിർണായകമാവുക എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. എന്തായാലും ചൈന അമേരിക്കയുടെ ആവശ്യം തള്ളിയതോടെ സാമ്പത്തിക ഉപരോധത്തിൽ അമേരിക്കയ്ക്ക് അടിതെറ്റിയേക്കും എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ സെക്കൻഡറി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ മുന്നറിയിപ്പിനെ കുറിച്ച് പ്രതീക്ഷിച്ച പോലെ അത് വർക്കാകില്ല എന്ന സൂചനകളാണ് വരുന്നത്. ടെഹ്റാനെതിരെ പരമാവധി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനുള്ള അമേരിക്കയുടെ പുതിയ നീക്കം ആദ്യ ട്രംപ് ഭരണകൂടം നേരത്തെ പരീക്ഷിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത അതേ തന്ത്രത്തിന്റെ ആവർത്തനമായാണ് വിലയിരുത്തപ്പെടുന്നത്. അന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ മറ്റ് രാജ്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ കാണുകയും ജാഗ്രത പാലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രണ്ടാം തവണ അധികാരത്തിലെത്തിയ ട്രംപിന്റെ കാര്യം നോക്കിയാൽ ട്രംപ് ഇപ്പോൾ ആർക്കും വിശ്വസനീയനല്ല. ഇതോടെ അന്താരാഷ്ട്ര സമൂഹത്തിന്മേൽ അമേരിക്കയ്ക്കുണ്ടായിരുന്ന സ്വാധീനം കുറഞ്ഞുവെന്നും അതിനാൽ ഇറാനെതിരായ സെക്കൻഡറി ഉപരോധങ്ങൾ പ്രതീക്ഷിച്ച ഫലം നൽകാൻ സാധ്യത കുറവാണ് എന്നും ഉള്ള വിവരങ്ങളാണ് വരുന്നത്.